हम इंटरनेशनल पोर्ट से आपको बता दें कि फुल स्केल EXIM कार्गो ऑपरेशन की शुरुआत हो रही है और भारत के समुद्री व्यापार के लिए इसे एक बड़ा कदम भी माना जा रहा है। और विजिम अब अंतर्राष्ट्रीय कार्गो और ट्रांसशिपमेंट के बड़े केंद्र के तौर पर इसको अपनी पहचान में भी मजबूती मिलेगी और इस पोर्ट के शुरू होने से केरल के निर्यातकों को अंतर्राष्ट्रीय बाजारों तक पहुंच के लिए सीधा और बेहतर रास्ता भी मिलेगा। इधर अत्याधुनिक सुविधाओं से लैस विजिम पोर्ट को भारत के प्रमुख मेगा ट्रांसशिपमेंट पोर्ट के तौर पर विकसित ഞാൻ ഇതിനു മുൻപ് ഇവിടെ നടന്നൊരു സമ്മേളനത്തിൽ വെച്ച് അതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. നമ്മൾ കഴിഞ്ഞ 10 വർഷം നമ്മളത് മിസ് ചെയ്തു. ഞാൻ ഓർക്കുന്നു റോഡ് കണക്ടിവിറ്റിയും റെയിൽ കണക്ടിവിറ്റിയും കൂടി കഴിഞ്ഞ 10 വർഷം കൊണ്ട് ചെയ്തു തീർക്കുമായിരുന്നുവെങ്കിൽ ഇന്ന് ഈ പോർട്ടിൻ്റെ കിട്ടുന്ന ഗുണത്തിൻ്റെ 100 ഇരട്ടിയായിരുന്നേനെ ഇപ്പോൾ ഇതിൻ്റെ കിട്ടുന്നതിൻ്റെ നേട്ടം. വൈകിപ്പോയി. But it is not too late. This is the right time to start our work. നമ്മൾ തുടങ്ങണം. ഞങ്ങൾ വന്നതിന് ശേഷം 100 ദിവസം ആയിട്ടില്ല ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ട്. ആദ്യത്തെ മാസം തന്നെ ഒരു തീരുമാനമെടുത്തു. ഇവിടുത്തെ റിംഗ് റോഡിന് 12,000 കോടി രൂപയുടെ പ്രോജക്റ്റിന് ലാൻഡ് അക്വിസിഷന് വേണ്ടി 3,200 കോടി കൊടുക്കണമെന്ന് പറഞ്ഞു. കൊടുക്കാനുള്ള തീരുമാനമെടുത്തു. നേരത്തെ ആയിരുന്നു ആ തീരുമാനം എടുത്തിരുന്നെങ്കിൽ 1,600 കോടി മതിയായിരുന്നു. ഇപ്പം അത് 3,200 കോടിയായി. ഇനിയും വൈകിക്കാൻ പാടില്ല, അതൊക്കെ എടുത്തു. ഈ പോർട്ടുമായി ബന്ധപ്പെട്ട അതിൻ്റെ വികസനത്തിന് ഈ കൺസെഷൻ എഗ്രിമെൻറ്റിലുള്ള ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഒബ്ലിഗേഷൻസും സമയബന്ധിതമായി അത് തീർക്കും. അത് വേഗത്തിലുണ്ടാവും. കേരളത്തിൽ ഇന്ന് വരെ കാണാത്ത വേഗത്തിൽ ലാൻഡ് അക്വിസിഷൻ ചെയ്ത് തീർക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കഴിഞ്ഞ ദിവസം വ്യവസായ വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ അവരുടെ ഒരു വളരെ നന്നായി സ്റ്റഡി ചെയ്തൊരു പ്രസൻറ്റേഷൻ അവർ നടത്തി വ്യവസായ വകുപ്പ്. അതിലേറ്റവും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് വ്യവസായ വകുപ്പിൻ്റെ ഏജൻസികളായ കിൻഫ്രയോടും ഇൻകലിനോടും പരമാവധി സ്ഥലം വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടും തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ടും അക്വയർ ചെയ്യാൻ പറഞ്ഞിരിക്കുക, ലാൻഡ് അക്വയർ ചെയ്യാൻ പറഞ്ഞിരിക്കുക. നമുക്ക് ലോജിസ്റ്റിക്സ് പാർക്കുകൾ ഉണ്ടാകണം, വെയർ ഹൗസിംഗ് സ്റ്റേഷനുകൾ ഉണ്ടാകണം, കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻസ് ഉണ്ടാകണം, നമുക്ക് ഈ ഫ്രീ ഇൻഡസ്ട്രി സോൺ ഉണ്ടാകണം, നമുക്ക് നമ്മുടെ പ്രോസസ്സിങ് വേണം, നമ്മുടെ ഫിഷ് പ്രോസസ്സിങ് സോണുകൾ ഉണ്ടാകണം, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകണം. കേരളത്തിലെ നമ്മുടെ പ്രോഡക്റ്റുകൾ കൂടി നമുക്ക് കയറ്റുമതി ചെയ്യാൻ പറ്റണം. നമ്മുടെ ട്രഡീഷണൽ ഇൻഡസ്ട്രി, കശുവണ്ടി, കയർ, കൈത്തറി തുടങ്ങിയ മെറ്റീരിയൽസ്, നമ്മുടെ സുഗന്ധദ്രവ്യങ്ങൾ, നമ്മുടെ ഓളിയോർസൻസ്, ഇതെല്ലാം കേരളത്തിൽ നിന്ന് നമുക്ക് തിരുവനന്തപുരത്ത് നിന്നൊരു തടസ്സവും കൂടാതെ നമുക്ക് എല്ലാ ലോക രാജ്യങ്ങളിലും എത്തിക്കാൻ കഴിയണം. ഇന്ന് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത്, ഇന്ന് കയറ്റുമതി ചെയ്യുന്ന സാധനത്തിൽ 2 സ്ഥാപനങ്ങളുടെ നിലമേൽ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെയും ആസ്പിൻ വാളിൻ്റെയും ഫുഡ് പ്രോഡക്ട്സ് പോവുകയാണ്. എന്തൊക്കെയുണ്ടെന്നറിയാം ഇന്ന് പോകുന്നതിൽ? ഇഡലിയും സാമ്പാറും ഉണ്ട്. ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നതിൽ ഇലയടയുണ്ട്, പഴംപൊരിയുണ്ട്. ഇതടക്കമുള്ള കേരളത്തിലെ ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഇന്ന് കയറ്റുമതി ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പം ഞങ്ങൾ ഗവൺമെൻറ് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്, കേരളത്തിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ, വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ, അതിനെല്ലാം ഞങ്ങൾ കേരള ബ്രാൻഡ് കൊടുക്കുകയാണ് പരിശോധിച്ച്. ആ കേരള ബ്രാൻഡിലുള്ള ഉൽപ്പന്നങ്ങൾ കൂടി ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യപ്പെടാൻ കഴിയുമെന്നുള്ളത് നമ്മുടെ വലിയ സ്വപ്നമാണ്. ആ സ്വപ്നം യാഥാർത്ഥ്യമാകാനാണ് ഇന്നുള്ള ഈ സംഭവം തുടങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ അനുബന്ധമായ കാര്യങ്ങൾ സമയബന്ധിതമായി തീർക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ്റിന് വേണ്ടി ഞങ്ങൾ ഏറ്റെടുക്കുന്നു. തീർച്ചയായും അത് നടപ്പിലാക്കും. ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം 2 അന്താരാഷ്ട്ര തുറമുഖങ്ങളും ഒരു കണ്ടെയ്നർ സ്റ്റേഷനും 18 മിനി തുറമുഖങ്ങളെയും സംയോജിപ്പിച്ചുകൊണ്ട് ഈ കേരളത്തെ തന്നെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റണം, പോർട്ട് സിറ്റിയാക്കി മാറ്റണമെന്നതാണ്. അതിനാണ് മിഷൻ സമുദ്ര ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത്. മിഷൻ സമുദ്രയുടെ പ്രഖ്യാപനം കൂടിയായി, അതിനുള്ള വേദിയായി കൂടി ഈ സ്റ്റേജ് മാറുകയാണ്. കേരളം ഇതുവരെ അന്വേഷിച്ചു പോകാത്ത, നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്ത നമ്മുടെ ഒരു പോസിബിലിറ്റി. നമുക്കറിയാം, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ജനസാന്ദ്രത വളരെ വലുതാണ്. നമ്മുടെ ഭൂരിഭാഗം ഭൂമിയും റെഗുലേറ്റഡ് ആണ്.
ഫോറസ്റ്റ് ആക്ട്, പാഡി ആക്ട്, CRZ. അപ്പം നമ്മുടെ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ അന്വേഷിച്ച് പോകേണ്ടത്. നമ്മുടെ അഡ്വാൻറ്റേജ് പോർട്ടിനോടനുബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കേണ്ടതുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിന് तो मुख्यमंत्री वीडी सतीशन को आप सुन रहे थे। आपको बता दें कि आज विझिम तो केरल के मुख्यमंत्री वीडी सतीशन को आप सुन रहे थे और आपको बता दें कि विझिंजम इंटरनेशनल पोर्ट से जुड़ी हुई ये बड़ी खबर है जिसकी शुरुआत आज हो गई है। दरअसल फुल स्केल एक्सिम कार्गो की ये शुरुआत हुई है जिससे आयात निर्यात में बढ़ावा मिलेगा। ये नया इंटरनेशनल कार्गो पोर्ट और इसकी शुरुआत होने को लेकर ये बताते हुए मुख्यमंत्री कि इसको आखिर इसकी शुरुआत होने से किस तरीके से फायदा मिलने वाला है, कैसे रास्ता खुला है निर्यातकों का, और सीधा आपको बता दें कि अत्याधुनिक सुविधाओं से ये लैस होगा और भारत के प्रमुख मेगा पोर्ट में ये शामिल है। ये भी बताते हुए वीडी सतीशन नजर आए हैं। आगे बढ़ते